ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ 7-ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഒന്ന് ബിന്നി സെബാസ്റ്റ്യൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നൂറ, പുള്ളിക്കാരത്തി നേരിട്ടുള്ള നോമിനേഷനിലാണ് വന്നത്. അടുത്തതായിട്ട് ആര്യൻ കതോരിയ ഈ ഒരു നോമിനേഷനിലുണ്ട്. ആദിലുണ്ട് നോമിനേഷനിൽ. ഷാനവാസ് നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നെവിൻ നോമിനേഷനിലുണ്ട്. നമ്മുടെ സാബു, റെന, വേദലക്ഷ്മി ഇവർ 3 പേരുണ്ട്. ആകെ മൊത്തം 9 കണ്ടസ്റ്റൻസ് ആണ് ഈ പ്രാവശ്യം 7-ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു നോമിനേഷനിൽ ഏറ്റവും അധികം വോട്ട് കിട്ടിയത് നമ്മുടെ വേദലക്ഷ്മിക്കാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒണിയൽ സാബു മസ്താനിയെ കയറിപ്പിടിച്ചു എന്നൊക്കെ ഉള്ള ഒരുപാട് ആരോപണങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരാഴ്ച ഉന്നയിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന വേദലക്ഷ്മി. അതുകൊണ്ട് തന്നെ വേദലക്ഷ്മിക്കാണ് ഒരുപാടധികം വോട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നൂറ നേരിട്ട് നോമിനേഷനിൽ മറ്റേ ടാസ്കിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ബിന്നി, ആര്യൻ, ആദില, ഷാനവാസ്, നെവിൻ, സാബു, റെന, ഫാത്തിമ ഇവരൊക്കെ ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് ഈ പറയുന്ന 1-2 മത്സരാർത്ഥികൾ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് എവിക്ഷനിൽ പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് വേദലക്ഷ്മി. കാരണം ഈ പ്രാവശ്യം ജനങ്ങൾക്കൊക്കെ ആകെ മൊത്തം വെറുത്തിരിക്കുകയാണ്. അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഒരു വേദലക്ഷ്മി എവിക്ഷനിൽ പുറത്തു പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അധികം ഒരു ഈ പറയുന്നൊരു നോമിനേഷൻ ലിസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ആദിലയും നൂറയും ഒരുമിച്ച് നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാടധികം സപ്പോർട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് നൂറ ഇല്ലാത്ത പക്ഷം ആദില പലപ്പോഴും ഒരുപാട് വോട്ടൊക്കെ കിട്ടി ഈ ഒരു നോമിനേഷനിൽ നിന്ന് സേവായി പോകാറുണ്ട്. പക്ഷെ നൂറ കൂടി നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ആദിലക്ക് ചെറിയൊരു പണി കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേദലക്ഷ്മിക്ക് ശേഷം ഏറ്റവും അധികം വോട്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്യുന്നില്ല, ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് വോട്ട് ഈ പറയുന്ന സാബുമാനും കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയൊക്കെയോ കയറി വന്നൊരു സംഭവമാണ് സാബുമാൻ. ഈ പറയുന്ന പോളിംഗ് സൈറ്റുകളിലും സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി പോളുകളിലും ഒന്നിലും യാതൊരു സപ്പോർട്ടും ഇല്ല. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ചെയ്യാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. അതുകൊണ്ട് തന്നെ സാബുമാനും ഈ ഒരു അടുത്തൊരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്